kerala.kerib.co.in എന്ന വെബ്സൈറ്റിൽ പോവുക, കോളേജ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലൊരു സ്ക്രീന് കാണാൻ പറ്റും. ഏതൊക്കെ വിദ്യാർത്ഥികൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള റിപ്പോർട്ടാണ്. അതിൽ എക്സാം മാനേജ്മെന്റിൽ പോവുക, മനസ്സിലാവേണ്ട ഫാക്കൽറ്റിയും പ്രോഗ്രാമും സെലക്ട് ചെയ്ത് പ്രൊസീഡ് അടിക്കുക. റിപ്പോർട്ടിൽ എക്സാം സബ്മിഷൻ റിപ്പോർട്ട് എന്നുള്ള എടുക്കുക. ഇതിൽ സ്റ്റാറ്റസ് ഓൾ കൊടുക്കുക, ഡേറ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ടില്ല, ഓൾ കൊടുക്കുക, പേപ്പർ നോ കൊടുക്കുക, ഫീ ഹെഡ് നോ കൊടുത്തിട്ട് എക്സ്പോർട്ട് ടു എക്സൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു എക്സൽ റിപ്പോർട്ട് കിട്ടുന്നതാണ്. അതിൽ ഇൻവേർഡ് സ്റ്റാറ്റസ് യെസ് എന്ന് പറയുന്ന കുട്ടികളാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിലിവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻവേർഡ് സ്റ്റാറ്റസ് സബ്മിറ്റഡ്, ഏത് ദിവസമാണ് സബ്മിറ്റ് ചെയ്തത്, എമൗണ്ട് പേ ചെയ്തത്, ട്രാൻസാക്ഷൻ ഡേറ്റ്, ട്രാൻസാക്ഷൻ നമ്പർ എന്നീ ഇൻഫർമേഷൻ അവളുടെ PRN ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത കുട്ടികൾ മാത്രം വേണമെങ്കിൽ ഇവിടെ ഇൻവേർഡ് സ്റ്റാറ്റസ് യെസ് എന്ന് കൊടുത്ത് എക്സ്പോർട്ട് ചെയ്താൽ. താങ്ക് യു.